അല്ല, ഇവിടെ ഈ കീം പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് തുടക്കം മുതലേ സർക്കാരിനെ സംബന്ധിച്ച് ഒരു വ്യക്തത കുറവുണ്ടായി എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പരീക്ഷാ ഫലം പുറത്തു വന്ന ഘട്ടത്തിൽ ഉയർന്നു വന്ന പ്രശ്നമോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിഷയമോ ഒന്നുമല്ല. കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന, കുറെ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സർക്കാരിന്റെയും എൻട്രൻസ് കമ്മീഷനുള്ള ആളുകളുടെ മുമ്പിലുണ്ട്. കൃത്യമായി വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഈ പ്രശ്നം പരിഹരിക്കണം. ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അവരുടെ ആശങ്കകൾ ഉൾപ്പെടെ പരിഹരിച്ച് ഫലപ്രദമായ ഒരു ബദൽ സംവിധാനം, ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ ആവശ്യം ഉയർന്നിട്ടുണ്ട്. എന്നിട്ടും അവസാന നിമിഷത്തിലേക്ക് ഇപ്പൊ കോടതി തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയില്ല, ഈ പുതിയ പരിഷ്കരണത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, സാങ്കേതികമായി നിലനിൽക്കില്ല എന്ന് പറയാനുള്ള ഒരു കാരണം ഇതിന്റെ ഒരു സമയക്രമം ഒരു പ്രശ്നമാണ്. സർക്കാർ ഈ വിഷയത്തിൽ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചു. ആ എക്സ്പെർട്ട് കമ്മിറ്റി കുറച്ചധികം സമയം എടുത്തുകൊണ്ട് തന്നെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്മേലും ജൂൺ മാസം 2-ാം തീയതി ആ റിപ്പോർട്ട് സമർപ്പിച്ച് 30-ാം തീയതിയാണ് അത് ക്യാബിനറ്റ് അംഗീകരിക്കുന്നത്. ഈ ഇത്രയും ദിവസത്തിനിടയിൽ ഏതാണ്ട് ഒരു 4ഓളം ക്യാബിനറ്റുകൾ കഴിഞ്ഞു. സർക്കാരിന്റെ ഒരു ഗുരുതരമായ ഒരു അലംഭാവം ഈ വിഷയത്തിൽ ഉണ്ടായി, ഒരു മെല്ലെപ്പോക്കുണ്ടായി. എന്നിട്ട് അവസാനം എല്ലാം കഴിഞ്ഞ് കൈവിട്ടു പോകുമ്പോൾ ഒറ്റ അപ്പീല് സിംഗിൾ ബെഞ്ച് തള്ളുമ്പോ ഡിവിഷൻ ബെഞ്ചിലേക്ക് അന്നേ ദിവസം പോയത് കൊണ്ടോ തൊട്ടടുത്ത ദിവസം ഡിവിഷൻ ബെഞ്ചും തള്ളി, ഇനിയിപ്പോ ഒന്നും വേറെ വഴിയില്ല, പഴയതുപോലെ അങ്ങ് ആക്കിയേക്കാം എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന രീതി അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നിരവധിയായ വിദ്യാർത്ഥികളെ വലിയ ആശങ്കയിലും മാനസിക പ്രയാസത്തിലേക്കും തള്ളിവിട്ട ഒരു നടപടി തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെയെങ്കിൽ ഇത്തിരിക്കപ്പെട്ട ഈ ഒരു പ്രോസ്പെക്ടസിൽ ഉൾപ്പെടെ മാറ്റം വരുത്തി ഇങ്ങനെ ഒരു ക്രമീകരണ മാറ്റം ആവശ്യമില്ലായിരുന്നു. ഈ പഴയ സ്ഥിതി തുടരുമെന്ന് സർക്കാർ ഈ ആശങ്കകളൊക്കെ ഉണ്ടെന്ന് ഈ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഈ വർഷം നടപ്പിലാക്കുന്ന ഉൾപ്പെടെ പ്രായോഗികമായി നടപ്പിലാക്കുന്ന കാര്യമല്ല എന്നുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിട്ട് പോലും ഗവൺമെന്റ് എന്ത് രീതി എടുക്കാൻ കാണിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപ്രായോഗികമായ സമീപനം സ്വീകരിച്ചു എന്നൊരു ചോദ്യമുണ്ട്. അതിനകത്ത് ഈ ഉത്തരവാദിത്തം നിന്ന് ഗവൺമെന്റിന്, സർക്കാരിനും മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. ആകെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ, നിരവധിയായ വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കി, അവരുടെ മാനസിക നിലയും അവരുടെ രക്ഷിതാക്കളെയൊക്കെ പ്രയാസത്തിലാക്കി. ഈ പറഞ്ഞ അതിലൊരു പ്രായോഗിക പ്രശ്നം കൂടി ഉണ്ട്. കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്തോ വളരെ ഈ സിലബസിന്റെ ഒരു പ്രശ്നമാണ്, കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായമായ വിഷയത്തിലാണ് എന്ന രീതിയിലേക്ക് ഒരു പൊതുബോധമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സാധാരണ രീതിയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ, രക്ഷിതാക്കൾക്കിടയിൽ, അധ്യാപകർക്കിടയിലൊക്കെ ഇതിന്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിനിടയിലേക്ക് എന്തോ കേരള സിലബസിൽ പഠിച്ചാൽ ആകെ പ്രശ്നമാണ്, ഈ ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ മാർക്ക് കിട്ടത്തില്ല, റാങ്ക് കിട്ടത്തില്ല എന്ന രീതിയിലേക്കുള്ള ഒരു വലിയ തെറ്റായ സന്ദേശം കൂടെ പ്രചരിക്കാൻ ഈ സർക്കാരിന്റെ നടപടി കാരണമായി എന്നൊരു വസ്തുത കൂടിയുണ്ട്. അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഈ എഞ്ചിനീയറിംഗ് പ്രവേശനം ഉൾപ്പെടെയുള്ള ലോബികൾ വളരെ അധികം ഈ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ പിഴിയുന്ന രീതിയിലേക്കുള്ള ഒരു അവസരം കൂടിയായി ഈ കാലഘട്ടത്തിൽ അവർ ഉപയോഗപ്പെടുത്തി ഇവിടെ ആകെ പ്രശ്നം നടക്കാൻ പോകുന്നു. കൃത്യമായി ഇത് നടപ്പിലാവാൻ പോകുന്നില്ല, സമയബന്ധിതമായി പൂർത്തിയാവില്ല. സ്വാഭാവികമായി മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന രീതിയിലൊക്കെ ഒരു തയ്യാറെടുപ്പിന് അവർ മുൻകൈ എടുത്തപ്പോൾ അതൊക്കെ വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ശ്രീ ഷമാസ് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ അന്യ സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല വിദേശത്തേക്ക് പോലും കുടിയേറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ വർധനവുണ്ടെന്ന് മന്ത്രി തന്നെയാണ് ഒരിക്കൽ പറഞ്ഞത്. പക്ഷെ അതിനൊക്കെ ഒരു തടയിടാൻ വലിയ രീതിയിൽ വിപുലമായ പദ്ധതികൾ കേരളത്തിൽ ആവിഷ്കരിക്കും, ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വലിയ എന്തോ സംഭവമൊക്കെ ആകാൻ പോകുകയാണ് എന്നൊക്കെ പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഓരോ തിരിച്ചടികൾ വരുന്നത്. അല്ല, അവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ കേരളത്തിന്റെ നിയമസഭയിൽ ഉൾപ്പെടെ പറയുന്നത് ഇന്റർനാഷണൽ ഹബ്ബ് ആക്കാൻ വേണ്ടി പോവുകയാണ് വിദ്യാഭ്യാസ മേഖല എന്നാണ്. എവിടെയോ ഒരു ഹബ്ബ് പോയിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു തരത്തിലും ഒരു സാമാന്യ നിലവാരം പോലും പുലർത്താൻ കഴിയാത്ത രീതിയിലേക്ക്, സുതാര്യമായ ഒരു കാര്യം നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് ഈ സർവകലാശാലകളും നമ്മുടെ ഇത്തരം പരീക്ഷാ നടപടികളൊക്കെ മാറുകയാണ്. ഇപ്പം കീമിന്റെ കാര്യം മാത്രമൊന്നുമല്ല, നമ്മുടെ സർവകലാശാലകളിലുള്ള പരീക്ഷകൾ പോലും കൃത്യമായി നടത്താൻ കഴിയുന്നില്ല. അവിടെയും ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷകൾ വീണ്ടും നടത്തേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരു വശത്തുണ്ടാകുന്നു. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പൊതുവായ നിലവാരത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ബന്ധപ്പെട്ട് ആരാണോ ഈ പറഞ്ഞ വേലി തന്നെ വിളവ് നിന്നു എന്ന് പറഞ്ഞതുപോലെ സർക്കാരിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നു എന്നൊരു ഗൗരവകരമായ വിഷയം കൂടിയുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്കും മറ്റുമൊക്കെ
വിദ്യാഭ്യാസത്തിനും തുടർ പഠനത്തിനും ഈ പറഞ്ഞ ജോലികൾക്കും ഒക്കെ ആയി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതിനകത്തെ ഉത്തരവാദിത്വം ഈ പറഞ്ഞ ഗവൺമെന്റിന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. എന്നിട്ട് പറഞ്ഞു വന്ന് ഈ പറഞ്ഞ വളരെ പ്രയാസപ്പെട്ട് പരിമിതമായ സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ച് നമ്മുടെ രക്ഷിതാക്കൾ ഈ പറഞ്ഞ അന്നത്തെ ഉപജീവനത്തിൽ നിന്നുള്ള നീക്കിയിരിപ്പിലൂടെ ഉൾപ്പെടെ തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് എല്ലാ കഷ്ടപ്പാടും പ്രയാസവും സഹിച്ച് അവർ ഈ തങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്താതെ മുന്നോട്ട് പോയി നമ്മുടെ മക്കൾ വളരെ അധ്വാനത്തോടുകൂടെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ നേടുന്ന ആ വിജയത്തിന്, അവരുടെ ആ കഴിവിന് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലേക്ക്, ആ രക്ഷിതാക്കളുടെ ആശങ്കയ്ക്ക്, അവരുടെ പ്രയാസത്തിന്, അവരുടെ വിയർപ്പിന്റെ വില ഒരു തരമ്പ് പോലും നൽകാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുന്നത് ശരിയല്ല, അങ്ങേയറ്റം പ്രതിഷേധാർഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് KSU ഉൾപ്പെടെ പ്രത്യക്ഷമായ സമരങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും ഉൾപ്പെടെ കടന്നു വരേണ്ടി വന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ആശങ്ക, രക്ഷിതാക്കളുടെ പ്രയാസം ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധങ്ങളും സർക്കാരിനെതിരെയുള്ള സമര പരിപാടികളുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.